യുദ്ധം അങ്ങോട്ട് വന്നു അടുത്തു എന്ന് കണ്ടപ്പോൾ ഞാനില്ല, ഞാൻ എൻ്റെ ഭ്രാതാക്കളോട് കൂടി പോകുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൽ ആരെങ്കിലും അംഗീകരിക്കുമോ? മയാപ്ലവേന സംഗ്രാമം തിതീർഷന്തി ദുരത്യയം അപാരേ പാരകാമായേ ത്യജേയം താൻ അഹം കഥം. മയാപ്ലവേന സംഗ്രാമം തിതീർഷന്തി ദുരത്യയം അപാരേ പാരകാമായേ ത്യജേയം താനഹം കഥം. മയാപ്ലവേന സംഗ്രാമം തിതീർഷന്തി ദുരത്യയം. ഇപ്പുറത്തെ സർവ്വ ആൾക്കാരും ഈ യുദ്ധത്തിന് വിരോധ, മുതിർന്നവരൊക്കെ. ദുര്യോധനൻ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ ഈ യുദ്ധം ചെയ്യണം എന്ന് പറയാൻ. ആ ദുര്യോധനൻ എൻ്റെ ഒരൊറ്റ ബലത്തിലാണ് യുദ്ധം ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരൊറ്റ ബലത്തിലാണ്. അപ്പോൾ ഒരു വലിയ സമുദ്രം കടക്കാണ്ടിരിക്കുക. ആ കിടക്കുന്നതിനൊരു തോണി എന്ന് പറഞ്ഞാൽ കർണൻ മാത്രമാണ് തോണി. ആ കർണത്തോണിയെ കണക്കാക്കി മാത്രമാണ് ദുരത്യയം തിതീർഷന്തി. അവര് എങ്ങനെയായാലും കടക്കാൻ സാധിക്കാത്തൊരു വൻ കടൽ കടക്കാൻ പോവാണ്. അപാരേ പാരകാമായേ, അവർക്ക് വിചാരം ഈ തോണിയിൽ കയറാം, കർണൻ അത് വേണ്ടതുപോലെ തുഴച്ചങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകും, കരയിലെത്തിക്കും എന്നാണ്. അവർ കരയെത്താൻ താണ്ടിക്കിടക്കാൻ അഭിലഷിച്ച് കൊതിച്ചിരിക്കുന്നവരാണ്. ത്യജേയം താനഹം കഥം. അങ്ങനെയുള്ളവരെ ഏയ് ഞാൻ നിങ്ങളെ കൊണ്ടുപോവില്ല, തോണിയില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും? അമ്മ പറയണു ഞാൻ സ്വീകരിക്കണം, ഭ്രാതാക്കളോട് കൂടി ചേരണമെന്ന്. അത് അമ്മയുടെ അഭിലാഷാണ്. അമ്മ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. പരമാവധിയുള്ള സ്ഥാനം എന്താ? പഞ്ചപാണ്ഡവന്മാരുടെ അമ്മ, എൻ്റെയും അമ്മ. അങ്ങനെ ഒരു അമ്മത്തം ജനങ്ങളൊന്ന് കൂടുതലായി കണക്കാക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 11 അക്ഷൗഹിണി സേനയാണ് നിരക്കാൻ പോകുന്നത്. അവരെല്ലാവരും ഈ കർണൻ എന്നൊരൊറ്റ ആളെ കണക്കാക്കിക്കൊണ്ടാണ് അവിടെ വരാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ഞാൻ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ സാധിക്കുക? ഇത് മനുഷ്യൻ്റെ മനസ്സിന് ചേരുന്നതാണോ? എങ്ങനെ സമ്മതിക്കും? മയാപ്ലവേന സംഗ്രാമം തിതീർഷന്തി ദുരത്യയം അപാരേ പാരകാമായേ ത്യജേയം താൻ അഹം കഥം. അയം ഹി കാലഃ സംപ്രാപ്തഃ ധാർത്തരാഷ്ട്രോപജീവിനാം നിർവേഷ്ടവ്യം മയാ തത്ര പ്രാണാൻ അപരിരക്ഷത. എനിക്ക് തോന്നണത് അമ്മേ ഞാൻ പറയാം. അയം ഹി കാലഃ സംപ്രാപ്തഃ. ശരിയായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ഇതൊക്കെ ഇതുവരെ കഴിഞ്ഞതൊക്കെ അതിന് മുന്നോടിയായി കഴിഞ്ഞതാ. ആ നിർണായക ഘട്ടം, ശരിക്കും നടക്കാൻ പോകുന്ന ആ ഇദം പ്രഥമമായിട്ടുള്ള മഹാഭാരത യുദ്ധം. ധാർത്തരാഷ്ട്രോപജീവിനാം. ആ ധാർത്തരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ. ആ ദുര്യോധനു വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ഉപജീവികളായി ആരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അവരവരുടെ കടം തീർക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു. നിർവേഷ്ടവ്യം മയാ തത്ര പ്രാണാൻ അപരിരക്ഷിത. എല്ലാവർക്കും അതിനുള്ള സമയം വന്നിരിക്കുന്നു. ഞാൻ വളരെയധികം കടപ്പെട്ടവനാണ്, സൂതപുത്രനാണ് എന്ന് പറഞ്ഞ് ക്ഷാത്ര തേജസ്സോ ആ ക്ഷത്രിയന് യോജിച്ച സമ്മതമോ അംഗീകാരമോ ഇല്ലാതെ ഇരുന്ന സമയത്ത് ദുര്യോധനാണ് അംഗരാജ്യത്തിൻ്റെ കിരീടം കൊണ്ടുവന്ന് എൻ്റെ തലയിൽ വെച്ചത്. ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽക്കാണ് എനിക്കൊരു രാജകീയത എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്തവന് പ്രത്യുപകാരം, അങ്ങനെ ഒരു സ്മരണ വളരെ പ്രസിദ്ധമാണ്, ആവശ്യവുമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഭവാന്റെ മിത്രമാണ് ആജീവനാന്തം എന്നൊരു വാക്കാണ്. ആ ഒരു മിത്രബോധത്തിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. പ്രാണാൻ അപരിരക്ഷത. പ്രാണരക്ഷ പോലും നോക്കാതെ, അവനവൻ്റെ പ്രാണൻ എന്തു വരും എന്ന് നോക്കും കൂടി പാടില്ല. അങ്ങനെ നോക്കാതെ നിർവേഷ്ടവ്യം മയാ തത്ര. എനിക്ക് അവരോടുള്ള കടം തീർക്കാനുള്ള സമയമാണിപ്പോൾ. ഇപ്പോൾ പക്ഷം മാറാനോ വേറെ സഹോദരന്മാരെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ പരിഗണിക്കാനോ ഉള്ള സമയമല്ല. അയം ഹി കാലഃ സംപ്രാപ്തോ ധാർത്തരാഷ്ട്രോപജീവിനാം നിർവേഷ്ടവ്യം മയാ തത്ര പ്രാണാൻ അപരിരക്ഷത. അപ്പം പ്രാണനെ പോലും വകവയ്ക്കാതെ എനിക്ക് തന്നിട്ടുള്ള കടനുണ്ടല്ലോ, മേടിച്ചിട്ടുള്ള കടം, അത് തീർക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുനഃപരിശോധനയും ഇത് സാധ്യമല്ല ഇവിടെ. നചതേയം സമാരംഭോ മയി മോഹോ ഭവിഷ്യതി വധ്യാൻ വിഷഹ്യാൻ സംഗ്രാമേ ന ഹനിഷ്യാമി തേ സുതാൻ
യുധിഷ്ഠിരം ച ഭീമം ച യമൗ ചൈവാർജുനാദൃതേ അർജുനേന സമം യുദ്ധം അഭി യൗധിഷ്ഠിരേ ബലേ നചതേയം സമാരംഭോ മയി മോഘോ ഭവിഷ്യതി വധ്യാൻ വിഷഹ്യാൻ സംഗ്രാമേ ന ഹരിഷ്യാമി തേ സുതാൻ യുധിഷ്ഠിരം ച ഭീമം ച യമൗ ചൈവാർജുനാദൃതേ. ഇതൊക്കെ പറഞ്ഞാലും അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മയുടെ മകനല്ലേ. മകനായി ജനിച്ചിട്ടാണല്ലോ ഒരു വളർത്തമ്മയുടെ കയ്യിൽ ചെന്ന് പെട്ടത്. ഇല്ലാത്ത കുട്ടിക്ക് പേരിടാൻ പറ്റില്ല, ഇല്ലാത്ത കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റില്ല. അപ്പം രാധ എന്നെ പാലൂട്ടി വളർത്തിയാലും ആ വളർത്താൻ ഒരു കുട്ടിയെ രാധയ്ക്ക് കിട്ടിയതെങ്ങനെയാ? അമ്മ പ്രസവിച്ച കുട്ടിയാ. അപ്പം അതിൻ്റെ മുകളിലാണ് ഈ ജീവിത പെരുക്കങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ നമ്പർ ഉണ്ടെങ്കിലല്ലേ പിന്നെ പെരുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു വസ്തുത നിഷേധിക്കാൻ പറ്റില്ല. ആ അമ്മയാണ്, ജൈവമാതാവാണ് ഇപ്പോൾ വന്ന് പറയുന്നത്. അപ്പം ഈ നട്ടുച്ച സമയത്ത് പൊള്ളുന്ന വെയിലിലാണ് വന്നിരിക്കണേ അമ്മ, ആരുമില്ല. അപ്പം എന്നെ കണ്ട് ഈ പറയണതും ഉണർത്തിക്കണതും എന്തോ ഒരു ഉദ്ദേശം, നല്ല കാര്യവും ഉദ്ദേശിച്ചിട്ടാവും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അമ്മയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യണില്ല. വന്നതിന് ഒരു അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. എപ്പോഴായാലും ഞാൻ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടൊന്ന് കാണാനെങ്കിലും എനിക്ക് സാധിച്ചുവല്ലോ. അതിലെനിക്ക് കൃതാർത്ഥതയുണ്ട്, കൃതജ്ഞതയുണ്ട്, ഒരു നിലയ്ക്ക് സാഫല്യവുമുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നചതേയം സമാരംഭോ മയി മോഘോ ഭവിഷ്യതി. ഇവിടെ വന്ന് മകനെ കണ്ട് സത്യം ഉണർത്തിച്ച് നീ ഇന്നത് പ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞുവല്ലോ. ആ സംരംഭം അത് മോഹമായി തീരരുത്, അത് തീരെ നിഷ്ഫലമാവരുത്. അതിന് എന്തെങ്കിലും ഒരു ഫലം ഉടനെ തന്നെ വേണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം. വധ്യാൻ വിഷഹ്യാൻ സംഗ്രാമേ ന ഹനിഷ്യാമി തേ സുതാൻ. അമ്മയുടെ കൈവശം എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട്, ഞാനൊന്ന് 6. അതിൽ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കണു, മറുഭാഗത്ത് 5 പേര് നിൽക്കുന്നു. ആ 5 പേര് നിൽക്കുന്നതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം. എന്ത്? യുധിഷ്ഠിരം ച ഭീമം ച യമൗ ചൈവാർജുനാദൃതേ. യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, നകുലനുണ്ട്, സഹദേവനുണ്ട്. ഈ 4 പേരെ ഞാൻ തൊടില്ല, അവരെ കൊല്ലില്ല. അർജുനാദൃതേ, അർജുനനോട് കൂടി മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ. അമ്മയ്ക്ക് 5 മക്കളാണിപ്പോൾ. 1 കഴിഞ്ഞാൽ 6ാമത്തത് ഞാനിപ്പോൾ ഉണ്ടെന്ന് പുറത്തിപ്പോൾ എന്നോട് പറയണു. അമ്മ ഇതുവരെ എന്നെ വളർത്തിയിട്ടില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ 4 ആളെ ഞാൻ സ്പെയർ ചെയ്യണു, ഒഴിവാക്കണു. അർജുനാദൃതേ, അർജുനൻ മാത്രം. അർജുനേന സമം യുദ്ധം അഭി യൗധിഷ്ഠിരേ ബലേ. ആ യുധിഷ്ഠിരൻ്റെ സേനയുണ്ടല്ലോ, ആ സേനയിൽ അർജുനനോട് കൂടി മാത്രമേ ഞാൻ പൊരുതുള്ളൂ, ബാക്കി 4 പേരെ വിട്ടുകളയാമെന്ന്. ഈ പറയുന്ന വാക്കിൽ തന്നെ പൊള്ളത്തം കണ്ടുവോ നിങ്ങൾ? ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇതെന്തിനു പറയാൻ പോണു? അപ്പം അമ്മ വന്നത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ആ പറഞ്ഞ വാക്ക് നിഷ്ഫലമാകരുത്. നിഷ്ഫലമാകരുത് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അല്ലേ കാണേണ്ടത്? 4 കുട്ടികളോടുകൂടി ഞാൻ പൊരുതില്ല, 5ാമത്തവനോടേ പൊരുതുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ 4 കുട്ടികൾ പൊരുതാതെ ഇരുന്നതിന് എന്താ പ്രയോജനം? അപ്പം സത്യം എന്ന് പറയുന്നതിന് എപ്പോഴും ഹൃദയത്തിൽ ഒരു അംഗീകാരമുണ്ട്. അതിന് നമുക്ക് മൂടി വയ്ക്കാം, മറച്ചു വയ്ക്കാം, ഒളിപ്പിക്കാം. എന്നാലും ആ സത്യത്തിൻ്റെ ധ്വനി ഉണ്ടല്ലോ, സത്യാന്നാസ്തി പരോ ധർമ്മ സത്യമേവ ജയതേ. യുധിഷ്ഠിരം ച ഭീമം ച യമൗ ചൈവ അർജുനാദൃതേ അർജുനേന സമം യുദ്ധം അഭി യൗധിഷ്ഠിരേ ബലേ. ഒരു പടക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന സമയത്ത് ആരാരെല്ലാം നമ്മളെ പൊരുതിയോ അവരോടൊക്കെ പൊരുതേണ്ടി വരും. ഈ സംഭവം നടക്കുന്നത് എവിടെയാ? കർണൻ തപസ് ചെയ്യുന്ന സമയത്ത് അമ്മ തനിയെ വന്ന് സംസാരിക്കുന്ന വിവരമാണ്. അപ്പം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇവർക്ക് 2 പേർക്കേ അറിയുള്ളൂ. ഞാൻ പടക്കളത്തിൽ ചെന്നാൽ എന്നെ അവർ ശത്രുവായിട്ടാണ് കാണുക. അപ്പം ഞാൻ യുദ്ധം ചെയ്യണ്ട എന്ന് വെച്ചാലും എനിക്ക് എല്ലാവരോടും പൊരുതേണ്ടി വരും. അതിൽ ഭീമനോ നകുലനോ സഹദേവനോ യുധിഷ്ഠിരനോ എല്ലാവരും എന്നെ കണ്ട് എതിർത്താൽ എനിക്ക് പ്രത്യസ്ത്രം പ്രയോഗിക്കേണ്ടി വരും, പൊരുതാൻ്റെ പറ്റില്ല. പക്ഷേ അത് വാസ്തവത്തിൽ ഒരു പൊയ്പ്പൊരുതലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. അവരോട് ആരോടും ഇത് പറയാൻ പോണില്ല, അവരറിയാനും പോണില്ല. അപ്പം അവരുടെ ശരങ്ങളെ ഞാൻ സമർത്ഥമായി നേരിട്ട് ആ
പൊരുതിയതിന് പ്രതിപ്പൊരുതൽ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ നടത്തുള്ളൂ. പക്ഷേ ശത്രുവിനെ വധിക്കണം എന്നൊരു തോന്നൽ എനിക്ക് അവർ 4 ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അത് അമ്മ ഉറപ്പാക്കിക്കോളൂ. പടപൊരുതുന്ന സമയത്ത് എല്ലാവർക്കും പൊരുതാമല്ലോ. എല്ലാവരും എന്നോട് നേരിടുന്ന സമയത്ത് ആ അസ്ത്രം ഇങ്ങനെ മരിക്കുക അതാരും ചെയ്യില്ല. അപ്പം എനിക്ക് അവരോടും യുദ്ധം ചെയ്യേണ്ടി വരാം. എങ്ങനെയാണെങ്കിൽ അവരെന്നോട് പടപൊരുതാണെങ്കിൽ. അപ്പം എൻ്റെ മനസ്സിൽ അവരോട് പൊരുതണം എന്നുള്ളൊരു വിചാരം പോലും ഇല്ല. ഇനി എങ്ങാനും യുദ്ധത്തിൽ സംഭവിച്ചാലോ അത് നേരിടും ഞാൻ. ആ നേരിടുന്ന സമയത്ത് 4 പേരോടും ഇത് ശത്രുക്കളാണെന്ന് വിചാരിച്ച് കൊല്ലത്തക്ക വിധത്തിൽ ഒരു അമ്പ് പ്രയോഗിക്കുകയോ വധിക്കുകയോ ഞാൻ ചെയ്യില്ല. എന്നാൽ നേരെ മറിച്ച് അർജുനേന സമം യുദ്ധം അഭി, അർജുനൻ വന്നാൽ മാത്രം അമ്മയുടെ ഈ മകൻ്റെ നിറം മാറും. സമമായിട്ടുള്ള യുദ്ധം ചെയ്യും. ഓരോ അസ്ത്രത്തിനും പ്രത്യസ്ത്രം ഞാൻ പ്രയോഗിക്കും. അത് കഴിഞ്ഞാൽ മുൻകൂട്ടി ഒരു അസ്ത്രവും പ്രയോഗിച്ചു എന്ന് വരാം. യൗധിഷ്ഠിരേ ബലേ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അർജുനം ഹി നിഹത്യാജൗ സംപ്രാപ്തം സ്യാത് ഫലം മയ യശസാ ചാഭിയുജ്യേയം നിഹതഃ സവ്യസാചിന. ഒരു പടക്കളത്തിൽ എന്തും സംഭവിക്കാം. ഒരു വീരയോദ്ധാവിന് വീര്യത്തോടു കൂടി പൊരുതാനേ പറ്റുള്ളൂ. താൻ മരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെയൊക്കെ കർണൻ വളരെ സമബുദ്ധിയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ചില സംഗതികളിൽ മാത്രമേ പക്ഷഭേദത്തോടു കൂടി സംസാരിക്കുന്നുള്ളൂ. അർജുനം ഹി നിഹത്യാജൗ സംപ്രാപ്തം സ്യാത് ഫലം മയാ. അർജുനം ഹി നിഹത്യ, അർജുനനെ ഞാൻ കൊന്നു എന്നുണ്ടെങ്കിലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാഫല്യമായി. അല്ല, യശസാ ചാഭിയുജ്യേയം നിഹത സവ്യസാചിന. നേരെ മറിച്ച് അങ്ങയുടെ മകനുണ്ടല്ലോ, അമ്മയുടെ മകൻ സവ്യസാചി, ഉപായക്കാരനൊന്നുമല്ല. ഞാൻ പഠിച്ചതിനേക്കാളൊക്കെ മേലെയാണ് അർജുനൻ പഠിച്ചിരിക്കുന്നത്. ദ്രോണൻ്റെ അടുത്തുനിന്ന് ഞാൻ പലതും പഠിച്ചു. പക്ഷേ ദ്രോണൻ പറയുന്നത് അർജുനനാണ് ഏറ്റവും വലിയ ശിഷ്യൻ, ഉത്തമൻ, അജയ്യെന്ന്. അപ്പം എൻ്റെ ആചാര്യൻ പറയുന്നതിനൊരർത്ഥമുണ്ടാവുമല്ലോ. അപ്പം അർജുനനെ നേരിടുന്നത് എളുപ്പമല്ല. അപ്പം സവ്യസാചിയുടെ ശരങ്ങളാൽ ഒരു പക്ഷേ നിഹതഃ, ഞാനാണ് മരിച്ചത് എന്നുണ്ടെങ്കിലോ ആ സമയത്തും എനിക്ക് ഫലം തന്നെയാണ്. അപ്പം ഞങ്ങൾ 2 പേര് തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല അമ്മേ. അതിൽ ഞാൻ അർജുനനെ കൊല്ലുവോ അർജുനൻ എന്നെ കൊല്ലുവോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, നദേ ജാതു ന ശിഷ്യന്തി പുത്രാഹ പഞ്ച യശസ്വിനി നിരർജുനാ സകർണാവാ സാർജുനാവാ ഹതേ മയി. നദേ ജാതു ന ശിഷ്യന്തി പുത്രാഹ പഞ്ച യശസ്വിനി നിരർജുനാ സകർണാവാ സാർജുനാവാ ഹതേ മയി. നദേ ജാതു ന ശിഷ്യന്തി പുത്രാഹ പഞ്ച യശസ്വിനി. ഇത്ര നാളും അമ്മ എത്ര കുട്ടികളോട് കൂടിയിട്ടാണ് ജീവിച്ചത്? 5 പേരോടുകൂടി. ആ 5 പേര് അമ്മയ്ക്കുണ്ടാവും. അതിനൊരു കുറവും വരില്ല. 6ാമത്തെ കുട്ടിയെ വളർത്തിയിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഒരു നഷ്ടം അമ്മയ്ക്ക് വരാൻ പോണില്ല. അപ്പോൾ ഇത്ര നാളും 5 കുട്ടികളുടെ അമ്മയായിരുന്ന എൻ്റെ പൊന്നമ്മ അതുപോലെ തന്നെ ഇരിക്കും. അതെങ്ങനെയെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. നിരർജുനാഹ സകർണാവ, ഒന്നിലോ അർജുനൻ പോയി കർണൻ അവിടെ ബാക്കി വരും, അല്ലെങ്കിലോ കർണൻ പോയി അർജുനൻ ബാക്കി വരും. അപ്പോഴും അമ്മയുടെ സ്ഥാനത്തിന് ഒരു കോട്ടം വരാൻ പോണില്ല. നേരെ മറിച്ച് ഞാനും കൂടി ചേർന്നാലാ കോട്ടം. ഇതെങ്ങനെയുണ്ടായി 6ാമത്തെ പുത്രൻ എല്ലാവരും ചോദിക്കും. അപ്പം അതിന് സന്ദർഭം കൊടുക്കാതെ 5 പുത്രന്മാരുടെ അമ്മയായി തന്നെ എൻ്റെ അമ്മ കഴിയണം. ഇതാണ് പറയണത്. എത്ര യുക്തിയാ പറയുന്ന വാക്കുകളിൽ. ഇത് ആരുടെ യുക്തിയാണാവോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. എഴുതുന്ന മഹർഷിയുടെ തത്വവിചാരമാണ് ഇവിടെ കാണുന്നത്. ആ മനുഷ്യൻ്റെ വികാരങ്ങളെ എടുത്ത് അമ്മാനെ ആടുകയാണ് എഴുത്തുകാരൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചു. കൈകേയി പറയേണ്ട താമസം. സൂര്യാസ്തമനത്തിന് മുൻപ് ഈ രാമൻ അയോധ്യ കടന്ന് കഴിഞ്ഞിരിക്കും എന്നൊരൊറ്റ വാക്കാ. എളുപ്പം കഴിഞ്ഞു. പക്ഷേ രാമന് പോകാൻ അത്ര എളുപ്പത്തിൽ പറ്റിയില്ല. എനിക്ക് അമ്മയോടും കൂട്ടരോടും പോയി പറഞ്ഞ് അവരുടെ മനസ്സിനെ സമ്മതിപ്പിച്ച് സമ്മതം വാങ്ങി പോവാനുള്ള സമയം മാത്രമേ വേണ്ടൂ എന്നാണ് പറഞ്ഞത്. അവിടെ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അമ്മയുടെ പക്ഷം മാറി. അവിടെ നിങ്ങളുടെ ലക്ഷ്മണൻ, എല്ലാവരും, സർവ്വ ആൾക്കാരും രാമൻ പോകരുത്, അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിൽ വയ്ക്കണം, സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വസിഷ്ഠർ വരെ എല്ലാവരും പറഞ്ഞു. അപ്പം നല്ല പോലെ മനസ്സിലാക്കണം. എന്താ,
ഓരോരുത്തർക്കും ഓരോ തരത്തിൽ സമയോചിതമായി സംസാരിക്കുക. വികാരങ്ങൾ ധാരാളം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നതേ ജാതുന ശിഷ്യന്തി പുത്രാഃ പഞ്ച യശസ്വിനി. അമ്മയെ യശസ്വിനി എന്നാണ് വിളിക്കണത്. കീർത്തിമതിയാണ് എൻ്റെ അമ്മ. ആ യശസ്വിനിയായിരിക്കുന്ന അമ്മയ്ക്ക് 5 മക്കളിൽ ഒരു കുറവും വരില്ല ഈ യുദ്ധത്തിൽ. ഈ 4 ആളെ ഞാൻ കൊല്ലില്ല. അർജുനനെ മാത്രം അങ്ങനെയല്ല. ഇത് കർണവച ശ്രുത്വാ കുന്തി ദുഃഖാത് പ്രവേപതി ഉവാച പുത്രമാശ്ലിഷ്യ കർണം ധൈര്യാത് അകമ്പനം. ഇത് കർണവച ശ്രുത്വാ കുന്തി ദുഃഖാത് പ്രവേപതി. ഇങ്ങനെ കർണൻ ഉറപ്പിച്ച് യുക്തിസഹമായി തൻ്റെ വികാരങ്ങളും ഒരു നിലയ്ക്ക് വിവേകവുമെല്ലാം പ്രയോഗിച്ചിങ്ങനെ ഉണർത്തിച്ചപ്പോൾ ഇത് കർണവച ശ്രുത്വ, തൻ്റെ മകൻ കർണൻ്റെ വാക്കുകൾ കേട്ട് കുന്തി ദുഃഖാത് പ്രവേപതി. വന്ന ഉദ്ദേശം എന്താ? എന്തെങ്കിലും തരത്തിൽ ഈ കൊടും യുദ്ധം, ഈ കൂട്ട രക്തച്ചൊരിച്ചൽ ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മകൻ കേൾക്കണില്ല. എൻ്റെ 4 കുട്ടികളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ വന്നത് കർണൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കരുത്. അങ്ങനെ വന്നാൽ ദുര്യോധനൻ ഇതിൽ നിന്ന് പിന്മാറാം. മുതിർന്നവരെല്ലാം പറയുന്ന വാക്കുകൾ സത്യമായി തീരും. അതുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല നിലയിൽ 2 സഹോദരന്മാർക്കും ഒരുമിച്ച് ജീവിക്കാം. എന്തെങ്കിലുമൊക്കെ വരാം. ദുര്യോധൻ്റെ കയ്യിൽ രാജ്യം പെട്ടാൽ ഭരണം തകർന്നു പോവും. അത് കൂടാതെ ഇരിക്കാൻ എന്നെക്കൊണ്ടാകാവുന്നതൊന്ന് ഞാൻ പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നതാ. അല്ലാണ്ട് എൻ്റെ 4 കുട്ടികളെ രക്ഷിക്കണം, 5 അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് കർണൻ പറയണത്. ഇത് കർണവച ശ്രുത്വ കുന്തി ദുഃഖാത് പ്രവേപതി. അങ്ങനെ ആലോചിച്ച് നോക്കി വിറയ്ക്കുക അവർക്ക്. ഉവാച പുത്രമാശ്ലിഷ്യ കർണം ധൈര്യാത് അകമ്പനം. മകനെ നല്ല പോലെ ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന മകനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു അത്രേ. ഏവം വൈ ഭാവ്യമേതേന ക്ഷയം യാസ്യന്തി കൗരവാഃ യഥാ ത്വം ഭാഷസേ കർണ ദൈവം തു ബലവത്തരം. ഏവം വൈ ഭാവ്യമേതേന ക്ഷയം യാസ്യന്തി കൗരവാഃ യഥാ ത്വം ഭാഷസേ കർണ ദൈവം തു ബലവത്തരം. വളരെ പ്രധാനമായിട്ടുള്ള ഒരു സമാപനമാണ് കുന്തി ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആഹാ, ഇങ്ങനെയാണോ എൻ്റെ മോനെ നീ പറയുന്നത്? യഥാത്വം ഭാഷസേ കർണ ഏവം വൈ ഭാവ്യമേതേന ക്ഷയം യാസ്യന്തി കൗരവാഃ. നിന്റെ തീരുമാനം ഇതാണോ? ഞാൻ ഇത് ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ വന്നത്. എൻ്റെ ആവശ്യം ഒന്നേ ഒന്നാണ്. നീ പറയുന്നത് പോലെ ആത്മഹിതം ഇച്ഛിച്ച് ഞാനിവിടെ വന്നതല്ല. കുരുവംശം, കൗരവന്മാർ നശിക്കരുത് എന്നുള്ളൊരൊറ്റ ഉദ്ദേശമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ മക്കളും നീയും തമ്മിലുള്ള ഒരു പോരല്ല ഇവിടെ. ഇവിടെ 2 വിഭാഗക്കാരാണ്. അത് നിന്റെ പക്ഷത്തിലാണ് 11 അക്ഷൗഹിണി സേന, അപ്പുറത്ത് 7 ഉള്ളൂ. ഇവർ 2 പേരും കൂടി പലരുമായിട്ടുള്ള ഒരു കൂട്ടയുദ്ധമാണിത്. അതിൽ ഈ കുരുവംശം മുഴുവനും നശിച്ചു പോകാം. ബാക്കി വരികയാണെങ്കിൽ എത്ര പേര് വരും? ജയിച്ചവർ മാത്രമേ വരുള്ളൂ. അപ്പം നാശമാണ് കൂടുതൽ. ജയം എന്ന് പറയാൻ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ. 10 പേരാണല്ലോ ബാക്കി വന്നത്. അപ്പം എൻ്റെ നിലപാട് ഇതാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ക്ഷയം യാസ്യന്തി കൗരവാഃ. കൗരവന്മാരെല്ലാവരും ക്ഷയം വരിക്കാൻ പോവുകയാണ്, നശിക്കുകയാണ്. സംഹാരമാണ്, കൂട്ടസംഹാരമാണ് ഉണ്ടാവുക. എനിക്കൊരു സമാധാനമേ ഉള്ളൂ. ലോകം, ഭൂമി മുഴുവനും തിരിയുന്നത് നിയതിയുടെ കീഴിലാണ്. ആ ഭൂസന്താനങ്ങളാണ് മനുഷ്യരടക്കം ജീവികളെല്ലാവരും തന്നെ. ഇതിനെ എല്ലാറ്റിനെയും ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, പഞ്ചഭൂത നിർമ്മിതമാണ് ലോകം. ആ പഞ്ചഭൂതങ്ങൾ മുഴുവനും പരസ്പരം മിശ്രപ്പെടാതെ, കൂടിക്കലരാതെ നിലനിർത്തിപ്പോരുന്ന വലിയ ഒരു ശക്തി, ഒരു ചിത് ശക്തി, ഒരു വൈഭവം ഇവിടെ ഉണ്ട്. അത് ഈ പഞ്ചഭൂതങ്ങൾ മാത്രമല്ല പരിരക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്. ആ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഭൂമിയിൽ ഉണ്ടാകുന്ന ജീവികളെയും പ്രത്യേകിച്ച് മനുഷ്യരെയും സംരക്ഷിക്കുന്നതും അതേ ശക്തിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികൾക്കില്ലാത്തൊരു വിശേഷം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അന്തരംഗം വളരെ പ്രബലമാണ്, നിർണായകമാണ് മനുഷ്യരാശിയിൽ. അതിൽ നിന്നാണ് ഈ പല ആശയങ്ങളും ആവശ്യങ്ങളും പ്രേരണകളും അമിതമായ പ്രവർത്തനങ്ങളും എല്ലാം പുറപ്പെടുന്നത്. അപ്പം മനുഷ്യ മനസ്സ് തൊടുത്തുവിടുന്ന വൈവിധ്യം, ഇതിനും പിന്നിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവം തു ബലവത്തരം. അത് വളരെ ബലവത്താണ്. എൻ്റെ മനസ്സിൽ തോന്നി,
എൻ്റെ മകനെ ഞാൻ പെറ്റതാണ്, എൻ്റെ പെന്നും പൊന്നു മോനെ എന്ന് പറഞ്ഞ് സത്യമുണർത്തിച്ച് അവൻ്റെ മനസ്സിൽ ഒരു തണവ് വരുത്തണം എന്ന് വിചാരിച്ച് ഞാൻ വന്നു. അത് നടന്നില്ല. അപ്പം ഇനി എനിക്ക് തീരുമാനമായി, എന്ത്, കുരുവംശം നശിക്കാൻ പോവുക. ഇപ്പം എൻ്റെ മകൻ യുധിഷ്ഠിരൻ ഒരിക്കലും യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവനാ. അവന് യുദ്ധം ചെയ്യാനുള്ള മനസ്ഥിതി വരണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, സാധ്യമല്ല. എന്നാലും യുദ്ധം ചെയ്യാൻ സമ്മതിക്കേണ്ടി വരും. അപ്പം അമ്മ ഒരു വാക്ക് പോയി പറഞ്ഞില്ലല്ലോ എന്ന് അവന് പറയാൻ ഇടകൊടുക്കരുത്. അങ്ങനെ പലതും കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ വന്നത്. കൃഷ്ണൻ വന്നു, സംസാരിച്ചു, വിതുരൻ ഉപദേശിച്ചു, അമ്മയും അച്ഛനും രണ്ടുപേരും ഉപദേശിച്ചു, എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ദുര്യോധനൻ തീരുമാനിച്ചിരിക്കുന്നു, അവൻ്റെ സർവസ്വ ബലവും നീയാണ്. അപ്പം നിന്റെ മനസ്സിലൊരു മാറ്റം വരുത്തിയാൽ ദുര്യോധനൻ താളം മാറ്റും. എന്നിട്ട് ഈ യുദ്ധം ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ആ വന്നത് ഫലിച്ചില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഇനി എനിക്കൊന്നും പറയാനില്ല. ദൈവം തു ബലവത്തരം. ആ ദൈവേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. ഇനി മനുഷ്യന് ഇതിൽ ഒന്നും ചെയ്യാനില്ല. ഈ യുദ്ധം നടന്നാലും ഇതിൽ ആരാരെല്ലാം മരിച്ചാലും ബാക്കി വന്നാലും ഈ കുന്തിദേവിയുടെ മനസ്സിന് ഒരു വിധത്തിലുള്ള അലട്ടും ഇനി ഉണ്ടാവില്ല. എന്താ, നമ്മെ കൊണ്ടാകാവുന്നത് മുഴുവൻ നമ്മൾ പരിശ്രമിച്ചു, അതിനപ്പുറവും. അപ്പം ഇനി ദൈവം നോക്കിക്കോട്ടെ എന്നുള്ള ഒരു ഉറപ്പിൽ കുന്തി പിന്മാറി. ഏവം വൈഭാവ്യമേതേന ക്ഷയം യാസ്യന്തി കൗരവാഹ യഥാത്വം ഭാഷസേ കർണ ദൈവം തു ബലവത്തരം. പ്രേക്ഷകരെ, നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യഹസ്തങ്ങളിൽ എന്തെല്ലാമുണ്ട്? എല്ലാമുണ്ട്. എന്നാലുണ്ടോ? ഇല്ല. അമ്മയും മകനും തമ്മിലുള്ള സംവാദമാണ് ഇവിടെ കാണുന്നത്. അമ്മ ഒരു ഭാഗത്ത്, മകൻ വേറെ ഒരു ഭാഗത്ത്. നല്ല കാര്യത്തിന് നല്ല ഉദ്ദേശത്തോടു കൂടി വന്നാണ് അമ്മ സംസാരിക്കുന്നത്. ഒരളവിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശം എന്നുള്ള കാര്യം വരുമ്പോൾ കർണൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അമ്മയായാലെന്ത്, അച്ഛനായാലെന്ത്, മുതിർന്ന മകൻ തന്നെ. ദുര്യോധനൻ ഒരു പൊടിക്ക് കൂട്ടാക്കുന്നുണ്ടോ? ഗാന്ധാരി പറഞ്ഞത്, ധൃതരാഷ്ട്രൻ പറഞ്ഞത്, ഭീഷ്മൻ പറഞ്ഞത്, ദ്രോണൻ ഉപദേശിച്ചത്, കൃപനും വിതുരനും പറഞ്ഞത്, ഒരൊറ്റ ആൾ പറഞ്ഞതും ദുര്യോധനൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ കർണൻ്റെ ചിന്താഗതിയുണ്ട്, കർണൻ്റെ ഇംഗിതങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് മാറ്റാനും മറിക്കാനും പരിശ്രമിക്കാമെന്നേ ഉള്ളൂ. കൃഷ്ണപരമാത്മാവാണ് ചെന്ന് ദൂത് പറഞ്ഞത്, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. പോകുന്നതിന് മുൻപേ കൃഷ്ണൻ പറഞ്ഞു ദുര്യോധനൻ കൂട്ടാക്കില്ല എന്ന്. അപ്പോൾ ദൈവം തു ബലവത്തരം, ദൈവമാണ് എല്ലാറ്റിനും മീതെ എന്ന് പറഞ്ഞ് പിന്മാറി. ഇനി ഈ കുന്തിയും കർണനും കൂടി സംസാരിച്ചുവല്ലോ. ഇത് പ്രേക്ഷകന്മാരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ തത്വങ്ങളോ മൂല്യങ്ങളോ എന്താ? ഒരു ഭാഗത്ത് അമ്മ, മറുഭാഗത്ത് മകൻ. അത് ഗർഭം സ്വീകരിച്ച് പ്രസവിക്കുന്നത് വരെ അമ്മയായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടിയെ ഒലിപ്പിച്ചതാ, നദിയിൽ ഒഴുക്കി വിട്ടതാണ്. ആ അമ്മയും മകനും കൂടിയിട്ടുള്ള സംസാരമാണ്. ആ സംസാരം എന്തിനു നടന്നു? അതിൽ കർണനെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? കർണനെ എല്ലാവരും പുകഴ്ത്തി പറയും. പുകഴ്ത്താനുള്ള ഗുണങ്ങളൊക്കെ ഈ കർണനുണ്ട്. എന്നാൽ ആ ഗുണങ്ങളുടെ കൂട്ടത്തിലോ ചില നിർണായകമായ തകരാറുകളുമുണ്ട്. അപ്പം ഈ അപഗ്രഥനം ഒന്ന് ചെയ്യുകയാണെങ്കിൽ കുന്തി കർണനെ സമീപിച്ചത് എന്തിനാ? കർണൻ പറയണു ആത്മഹിതം ഉദ്ദേശിച്ചാണ് വന്നത് എന്ന്. കുന്തി പറയണു ഞാൻ കൗരവന്മാരുടെ ഹിതം അന്വേഷിച്ചാണ് ഇവിടെ വന്നത്, അവർ നശിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം യുദ്ധം ഒഴിവാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല പരമദുഷ്ടനായിരിക്കുന്ന ദുര്യോധനന് ഒരിക്കലും രാജസ്ഥാനം കിട്ടരുത്. യഥാ രാജ തഥാ പ്രജ എന്നാണ് പറയുക. രാജഭരണം നന്നായാൽ മാത്രമേ പ്രജകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. ദുസ്വഭാവിയാണ് ആ ആള് സിംഹാസനത്തിൽ ഇരുന്നാൽ എന്താ ഉണ്ടാവുക? ദുസ്വഭാവം തന്നെ ഉണ്ടാവും. അത് കൊല്ലങ്ങളായി ദുര്യോധനൻ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെയാണ് അരക്കില്ലത്തിലിട്ട് കൊള്ളിവെച്ചത്. ഇതിലും മീത ദുഷ്ടത എന്താ ഉള്ളത്? അവരെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് ആ കഷ്ടപ്പാടൊന്ന് കണ്ട് ആ കണ്ണിനെ കുളിർപ്പിക്കണം എന്ന് പറഞ്ഞു പോയി. എന്നിട്ടാണ് ഗന്ധർവന്മാരായി യുദ്ധം ഉണ്ടായതും പിടിച്ചു കെട്ടിയതും ഒക്കെ. അത് കഴിഞ്ഞാണ് പ്രായോപവേശത്തിന് പുറപ്പെട്ടത്. അയ്യോ, ഈ നാണക്കേടിന് ശേഷം ഞാൻ എങ്ങനെ ഇരിക്കും? അപ്പോഴാണ് കർണൻ സമാധാനിപ്പിച്ചത്, ഞങ്ങളില്ലേ ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ദുഷ്ടന്മാർ രാജ്യം ഭരിക്കുന്നത് ശരിയല്ല, പ്രജകൾക്ക് ജീവിക്കാൻ പറ്റില്ല. ദുര്യോധനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷത്തിൻ്റെ പേരിലല്ല ഇവർ ദുര്യോധനൻ രാജാവാകരുത് എന്ന് പറയുന്നത്. ദുര്യോധനൻ്റെ സ്ഥാനത്ത് ആരായാലും
ദുഷ്ടന്മാരാരും രാജ്യം ഭരിക്കരുത്, രാജാക്കന്മാരാവരുത്. ആ ഒരു ദുർഭരണം ഒഴിവാക്കുന്നതാണ് നമുക്ക് ആവശ്യം. ഒറ്റയ്ക്കൊരു വ്യക്തി ദുഷ്ടനാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനും തടുക്കാനും ജയിലിലിടാനും രാജാവോ സർക്കാരോ ഉണ്ടാവും. സർക്കാർ തന്നെ ദുഷിച്ചു പോയാൽ സർക്കാരിനെ പിടിച്ച് ജയിലിലിടാൻ ആരാണുള്ളത്? അതുകൊണ്ട് സദ്ഭരണം വേണം എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി യുധിഷ്ഠിരനോട് ഞാൻ ഈ വർത്തമാനം പറഞ്ഞെങ്ങാനും മനസ്സിലാക്കിയാൽ അവൻ എന്തു ചെയ്യും? വിപരീതമാണ് ഫലമുണ്ടാവുക. കർണനോട് ഞാൻ നിന്റെ അമ്മയാണെന്ന് എനിക്ക് പറയാം. യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്ന് കർണൻ എൻ്റെ മകനാണെന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞു പോയാൽ ഇനി വരാൻ പോകുന്നത് എന്താ? യുദ്ധാനന്തരം. അത് കേട്ട ഉടനെ യുധിഷ്ഠിരന് പരമദുഃഖമായി. ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതെന്നുണ്ടെങ്കിലോ ഉടനെ യുധിഷ്ഠിരൻ കർണൻ്റെ കാക്കൽ വന്ന് വീണ് ഞങ്ങളുടെ രാജ്യം മുഴുവനും ദാ ആട്ടെ എന്ന് പറഞ്ഞു കൊടുക്കും. കർണൻ അത് എന്ത് ചെയ്യും? ദുര്യോധനും കൊടുക്കും. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത് കൃഷ്ണനോട്. അപ്പോൾ യുധിഷ്ഠിരനോട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സത്യം എന്തെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കുകയാണെങ്കിൽ അത് കർണനോട് മാത്രമേ പറഞ്ഞ് ധരിപ്പിക്കണ്ടൂ. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ആ വന്നത് തെറ്റാണെന്ന് കർണൻ പറയുന്നില്ല. കുന്തിയുടെ വാക്ക് നിരാകരിക്കുന്നില്ല കർണൻ. നിരാകരിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ 4 മക്കളെ ഞാൻ ഒഴിവാക്കാം, കൊല്ലില്ല എന്ന് പറഞ്ഞത് എന്തിനാ? അപ്പൊ കുന്തിക്കൊരു സ്ഥാനമുണ്ട്, കുന്തി പറഞ്ഞ വാക്കിനും ഒരു സ്ഥാനമുണ്ട്. പക്ഷെ ആ വാക്കിന് മീതെയാണ് തൻ്റെ മനസ്സിൽ അർജുനനോട് നിൽക്കുന്ന വൈരവും മത്സരവും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? സത്യമൊന്ന്, ആദരവൊന്ന്. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് വ്യക്തിയമായിരിക്കുന്ന വിദ്വേഷം അവിടെ കിടന്ന് കളിക്കുന്നത്. അർജുനനോട് പൊരുതുന്നതിൻ്റെ ആവശ്യം എന്താ? എല്ലാവരും ഭ്രാതാക്കളാണെങ്കിൽ 4 പേരെ വിട്ടുകളഞ്ഞു, 5ാമത്തെ ആളെ ഞാൻ പൊരുതുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ അവിടെ യുദ്ധത്തിൽ ജയിക്കുക, തോൽക്കുക, ദുര്യോധനെ സേവിക്കുക, ദുര്യോധനെ സഹായിക്കുക എന്നത് വിട്ട് അവിടെ കർണനൊരു പേഴ്സണൽ അജണ്ടയുണ്ട് അവിടെ. അതെന്താ? അർജുനൻ, അർജുനൻ, അർജുനൻ. അങ്ങനെ ഒരു വൈരം ഒരാൾക്കും ഭൂഷണമല്ലല്ലോ. അത് ആർക്കും തന്നെ ഭൂഷണമല്ല. ഇവിടെ വ്യക്തികൾ തമ്മിലല്ല യുദ്ധം നടക്കുന്നത്, 2 വിഭാഗങ്ങൾ തമ്മിലാണ്. അതിൽ ഏത് പക്ഷം ജയിക്കണം, ഏത് പക്ഷം ജയിക്കണം എന്നുള്ളതല്ല അവിടെ. എനിക്ക് അർജുനനോട് കൂടി പൊരുതണം എന്നുള്ളതാണ്. എന്നാൽ 2 ആളും കൂടി വേർതിരിഞ്ഞ് ഒറ്റ തിരിഞ്ഞങ്ങോട്ട് പൊരുതട്ടെ, അതല്ലല്ലോ. അപ്പൊ ആ അർജുനൻ അർജുനൻ എന്നുള്ള ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ ഒരു വൈരസ്വപ്നം ഉണ്ടല്ലോ, അതാണ് കിടന്ന് കളിക്കുന്നത്. അത് എപ്പോഴാണ് തുടങ്ങിയത്? ചെറുപ്പം മുതൽക്ക് തുടങ്ങി. ദുര്യോധന് പഞ്ചപാണ്ഡവന്മാരോടുള്ള അസഹിഷ്ണുത ചെറുപ്പം മുതൽക്ക് തുടങ്ങിയതാ. ഭീമനെയൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കെട്ടി വരിഞ്ഞ് വെള്ളത്തിലിട്ട് വരുണ ലോകത്തിലേക്ക് പോയി എന്നൊക്കെ കഥയുണ്ട്. ഇത് പെട്ടെന്ന് തുടങ്ങിയതല്ല. അതുമാതിരി കർണന്റെ മനസ്സിൽ അർജുനനോട് വൈരവും മത്സരവും തുടങ്ങിയത് എപ്പോഴാ? ശസ്ത്രവിദ്യാ പ്രദർശന വേളയിൽ ഉണ്ടായിട്ടുള്ള മത്സരബുദ്ധിയാണ്. തന്നേക്കാൾ മീതെ ഒരുത്തൻ അസ്ത്രപാടവമോ ശസ്ത്രപാടവമോ കാട്ടിയാൽ അത് എൻ്റെ കണ്ണിന് സഹിക്കില്ല. സാധാരണ തന്നേക്കാൾ മേലെ ഒരു പ്രദർശനം ഒരാൾ കാഴ്ചവെച്ചാൽ അത് കണ്ട് രസിക്കുകയാണ് നമ്മൾ വേണ്ടത്. സാധാരണ പറയും സർവത്ര വിജയമിച്ഛേത് ശിഷ്യാദിച്ഛേത് പരാജയം എന്ന്. സർവ്വദിക്കിലും വിജയം അഭിലഷിച്ചോളൂ, ശിഷ്യന്റെ ഹസ്തങ്ങളിൽ പരാജയമാണ് തേടേണ്ടത്. ലോകത്തിൽ ഒരാളെ കണ്ടാൽ വെറുപ്പോ മത്സരമോ ഇല്ലാത്തത് അച്ഛനമ്മമാർക്ക് പോലും ഉണ്ടാവുമത്ര. ചിലപ്പോൾ പറയും അച്ഛനേ ഉണ്ടാവുള്ളൂ, മകനുണ്ടാവില്ല എന്ന്. കേരളത്തിൽ ഒരു പെരുന്തച്ഛൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ പെരുന്തച്ഛൻ്റെ മകൻ നിപുണനാണ്, വിദഗ്ധനാണെന്ന് കണ്ടപ്പോൾ അച്ഛന് സഹിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീതിയുള്ളി താഴത്തിട്ട് കഴുത്തിലിട്ട് മുറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുത്താണത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? മഹാഭാരത യുദ്ധം നടക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ആലോചന. അതിൻ്റെ ആവശ്യമുണ്ടോ, അത് ഒഴിവാക്കണമെന്ന്. അവിടെ എക്സ് വൈന് ഇഷ്ടപ്പെടില്ല, സെഡിന് ക്യൂ ഇഷ്ടമല്ല. ആ ചോദ്യങ്ങളൊന്നും ഇവിടെ വരരുത്. ധർമ്മം അധർമ്മം എന്ന് പറയുന്ന 2 ചിന്തയാണ്. അധർമ്മപക്ഷം ഇവിടെ പ്രകാശിക്കാമോ, ജയിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അമിതമായിരിക്കുന്ന ആഗ്രഹം ഒരാൾക്കും ചേർന്നതല്ല. ഞാൻ ജനിച്ചു, ഞാൻ വളർന്നു, എനിക്ക് പറ്റിയിട്ടുള്ള സമ്മതി, എനിക്ക് പറ്റിയിട്ടുള്ള ബഹുമാനം, ആദരവ്, സ്ഥാനം, മാനം കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിലൊരു എതിർപ്പോ ഒരു കുതിപ്പോ ഒന്നും ഉണ്ടാവുന്നത് ശരിയല്ല. പ്രപഞ്ചം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആർക്കെങ്കിലും കുട്ടിയായിട്ട് ജനിക്കും, ഉള്ള യോഗ്യതകൾ നമ്മൾ കൈവരിക്കും, പ്രദർശിപ്പിക്കും. അതിനുള്ള സ്ഥാനവും മാനവും അതിന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അല്ലാണ്ട് ലോകം മുഴുവനും എന്നെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞ്
ഒരു തരത്തിലും ഒരു തോന്നൽ ആവശ്യമില്ല. എന്നേക്കാൾ കേമനാണ്, ആ കേമനോടുകൂടി പൊരുതിയാലേ എൻ്റെ ജീവിതം. ഇതൊക്കെ എന്താ ഇതിൻ്റെ ഒരു ആവശ്യം? എന്താ? ജന്മസാഹോദര്യത്തെ പൂർണ്ണമായി മറന്ന് ഒരു യുദ്ധം, ഒരു പോര് തേടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? കർണന് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇത് കർണന് സ്വയം ഭരിക്കാനല്ല, ദുര്യോധനെ കൊണ്ട് ഭരിപ്പിക്കാനാ. ഈ ദുര്യോധനൻ നല്ലവനാണോ? കർണൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? കർണൻ നിഷ്പക്ഷമായിട്ട് ആലോചിക്കട്ടെ. യുധിഷ്ഠിരന്റെ ഹസ്തങ്ങളിൽ കുരുസിംഹാസനം കിട്ടണമോ അതോ ദുര്യോധനന് കിട്ടണോ കുരുസിംഹാസനം എന്ന് കർണൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കട്ടെ. ലോകത്തിൻ്റെ മംഗളം എവിടുന്നാണ് ഉണ്ടാവുക? ആരിൽ നിന്നാണ്? അപ്പോൾ ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇപ്പുറത്ത് ഒരാളല്ല, രണ്ടാളല്ല, 5ഉം 6ഉം ആള് മുതിർന്നവരാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയാൻ പോണത് നിങ്ങൾ കേട്ടോളൂ, എന്താണ് ഓരോരുത്തരും പറയണതെന്ന്. ഈ ദുര്യോധനന് ഈ രാജ്യത്തിൽ വല്ല അവകാശവുമുണ്ടോ? ഇല്ലാത്ത അവകാശമാണ് ഉണ്ടെന്ന് നടിച്ച് മുതിർന്നവർ പറയുന്നതിനെ ധിക്കരിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് താൻ തൻ്റെ ഇംഗിതം പ്രവർത്തിപ്പിക്കാൻ പോണത്. അപ്പോൾ ജന്മസാഹോദര്യത്തെ മറന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ലാഭമോ ഒരു നേട്ടമോ ഇച്ഛിച്ചു പോകുന്ന ബുദ്ധിയെപ്പറ്റി നമ്മൾ എന്ത് പറയണം? കർണന്റെ ആ കഠിന ഹൃദയത്വം എത്രത്തോളം വശംവദനാണ് തൻ്റെ വികാരങ്ങൾക്ക് എന്നുള്ളത് കുരുസദസ്സിൽ വെച്ച് വ്യക്തമായി. ആ ദ്രൗപദിയെ നോക്കി പറഞ്ഞു അവളൊരു കുലടയാണ്, അവളൊരു പതിവ്രതയൊന്നുമല്ല. ഒരു രാജ്ഞിക്കോ ഒരു രാജസ്ത്രീക്കോ കൊടുക്കേണ്ട ഒരാദരവും അവൾക്ക് കൊടുക്കണ്ട. 5 ഭർത്താക്കന്മാരാണ്, അതിൻ്റെ പേരിൽ അവളൊരു ദാസിയാണ് എന്ന് വരെ പറഞ്ഞു നിറഞ്ഞ കുരുസദസ്സിൽ. ഇത് കർണൻ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താ ഈ വാക്കിനർത്ഥം? മനുഷ്യൻ്റെ നാവ് ഇങ്ങനെയൊക്കെ പറയാനുള്ളതാണോ? അതിനെപ്പറ്റി കൃഷ്ണനോട് ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അമ്മയും അച്ഛനും, അമ്മ മുമ്പിലുണ്ട്, അച്ഛൻ മോളുന്നാ സംസാരിച്ചത്. 2 പേരും പറഞ്ഞു അമ്മ പറയണത് ശരിയാണ്, നിനക്ക് നന്മയ്ക്കാണെന്ന്. ഇത് രണ്ടും കേൾക്കാൻ കർണൻ ഒരുക്കമില്ല. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ, ശരിയോ തെറ്റോ എവിടെയാണ്. കർണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി അവർ 2 ആളും പിരിഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ. അത് പറഞ്ഞതിന് ശേഷമാണ് കുന്തിദേവി കർണൻ്റെ അടുത്ത് പോയി അവർ 2 പേരും തമ്മിൽ സംസാരിച്ച സംഭവം പറഞ്ഞത്. ഇനി ആ നടന്ന വൃത്താന്തം തുടരുകയാണെങ്കിൽ കൃഷ്ണൻ നേരെ ഉപപ്ലാവ്യത്തിലേക്ക് പോയി. ഉപപ്ലാവ്യത്തിൽ പോയി അദ്ദേഹം എന്താ ചെയ്യുക? നടന്ന സംഭവം ആദ്യമായി യുധിഷ്ഠിരനെ അറിയിക്കണം. അവിടെ സഹോദരന്മാരും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ത്വയാനാഗപുരം ഗത്വാ സഭായാം ധൃതരാഷ്ട്രജഃ കിമുക്തഃ പുണ്ടരീകാക്ഷ തന്ന ശംസിതുമർഹസി. യുധിഷ്ഠിരൻ കാത്തിരിക്കുകയാണ് അക്ഷമനായി. കൃഷ്ണനെ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തരത്തിലൊരു പാക്റ്റ് ഉണ്ടാക്കണം, ഒരു സന്ധി ഉണ്ടാക്കണം, യുദ്ധം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയി ഇതാ കൃഷ്ണൻ മടങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ചോദിക്കുകയാണ്, ത്വയാനാഗപുരം ഗത്വാ സഭായാം ധൃതരാഷ്ട്രജഃ. അവിടെ നാഗപുരം ഹസ്തിനപുരത്തിൽ ചെന്ന് അവിടെ സഭയിൽ ധൃതരാഷ്ട്രന്റെ ആ സഭയുണ്ടല്ലോ, ആ സഭയിൽ ധൃതരാഷ്ട്രജനോട് അങ്ങ് എന്താണ് പറഞ്ഞത്? അവിടെ എല്ലാവരും ഉണ്ടായിരുന്നുവല്ലോ, എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. കൃഷ്ണൻ മറുപടി പറയാണ്, മയാ നാഗപുരം ഗത്വാ സഭായാം ധൃതരാഷ്ട്രജഃ തഥ്യം പഥ്യം ഹിതം ചോക്തോ നച ഗൃഹാതി ദുർമതിഃ. മയാ നാഗപുരം ഗത്വാ സഭായാം ധൃതരാഷ്ട്രജഃ തഥ്യം പഥ്യം ഹിതം ച ഉക്തഃ നച ഗൃഹാതി ദുർമതിഃ. ഞാൻ ഇവിടുന്ന് നേരെ ചെന്നു. ആ പോകുന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ പലതരത്തിലുള്ള വ്യവസ്ഥകൾ, സംഭാരങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സഭയിലേക്ക് പോയതിന് ശേഷം ഭംഗിയായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. തഥ്യം പഥ്യം ഹിതം ചോക്തഃ. കേൾക്കൂ, തഥ്യമായിട്ടുള്ളത്, സത്യമെന്തോ പഥ്യമായിട്ടുള്ളത്. നമ്മൾ പഥ്യാഹാരം എന്ന് പറയുമല്ലോ, അതേമാതിരി നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്നത്, ഹിതം മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാം നോക്കി ച ഉക്തഃ. പക്ഷേ ഇതൊരൊറ്റ ഒന്നും ദുർമതിഹി നച ഗൃഹാതി. ദുർമതിയായിരിക്കുന്ന ദുര്യോധനൻ ഇതൊന്നും ഉൾക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. മയാനാഗപുരം ഗത്വാ സഭായാം ധൃതരാഷ്ട്രജഃ തഥ്യം പഥ്യം ഹിതം ചോക്തോ നച ഗൃഹാതി ദുർമതിഹി. അത് നിങ്ങൾക്കൊരു അതിശയമാവരുത്. പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞുവല്ലോ യുധിഷ്ഠിര, എന്ത്? സചധർമ്മം ച ലോകം ച ത്യക്ത്വാ ചരതി ദുർമതിഃ നച സന്തപ്യതേ തേന
തഥാ രൂപേണ കർമ്മണ. ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും എങ്ങനെ തന്നെ പറഞ്ഞാലും ദുര്യോധനൻ ദുർമതിയായിട്ട് നടക്കുകയാണ്. ലോകത്തിന് ഒരു ഭയമില്ല, ശാസ്ത്രത്തിനോടൊരു വിലയില്ല. താൻ ഇങ്ങനെ അകൃത്യം ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് വല്ല വേവലാതിയും ഉണ്ടോ? അതില്ല. ധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതിഹി. ലോകരെന്ത് പറയും, അറിവുള്ളവരെന്ത് പറയും, മുതിർന്നവരെന്ത് പറയും, അങ്ങനെയുള്ള ഒരു ആലോചന തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിലില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആളോട് തഥ്യം പറഞ്ഞാലെന്ത്, പഥ്യവും ഹിതവും പറഞ്ഞാലെന്ത്? സ്വല്പമെങ്കിലും മനസ്സിനൊരു മാറ്റമോ പറഞ്ഞത് സ്വീകരിക്കാനോ തയ്യാറില്ല. എനിക്ക് ഊണ് കഴിക്കാനൊക്കെ വട്ടം കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിട്ട് മേശയിലൊക്കെ. ഞാൻ അവിടെ ഊണ് കഴിച്ചില്ല. എന്തേ ഊണ് കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആരുടെ അടുത്താ ഊണ് കഴിക്കുക, ഞാൻ ദൂതന, എൻ്റെ കാര്യം നടക്കട്ടെ എന്നിട്ട് ഊണ് തരിക. പിന്നെ ഞാൻ ഊണ് കഴിച്ചതുകൊണ്ട് തനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, എനിക്ക് വലിയ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിതുരൻ്റെ അടുത്ത് പോയി. അപ്പം ഈ സത്കാരങ്ങളൊക്കെ അവർ ചെയ്തു എന്നുണ്ടെങ്കിലും ഞാൻ പോയ കാര്യം സ്വല്പമെങ്കിലും കടുകട അവർ സ്വീകരിച്ചില്ല. മയാ വിശ്രാവിദേവാക്യേ ജഹാസ ധൃതരാഷ്ട്രജ അഥ ഭീഷ്മ സുസംക്രുദ്ധ ഇദം വചനമബ്രവീത്. മയാ വിശ്രാവിദേവാക്യേ ജഹാസ ധൃതരാഷ്ട്രജ അഥ ഭീഷ്മ സുസംക്രുദ്ധ ഇദം വചനമബ്രവീത്. ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ആ കേൾപ്പിച്ചത് മുഴുവനും ദുര്യോധനൻ തിരസ്കരിച്ചു, ചെവിക്കൊണ്ടില്ല. അതങ്ങോട്ട് കണ്ടപ്പോൾ പിതാമഹനായിരിക്കുന്ന ഭീഷ്മന് വല്ലാതെ കോപമാണ് വന്നത്. അഥ ഭീഷ്മ സുസംക്രുദ്ധ ഇദം വചനമബ്രവീത്. അവിടുന്ന് അങ്ങോട്ട് ഭീഷ്മൻ പഴയ ചരിത്രമൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുക ചെയ്തത്. ദുര്യോധന, നീ എവിടെ നിൽക്കണു? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? നീ ജനിച്ചതെന്ന് ഈ കുരുസിംഹാസനം എത്ര കാലമായിട്ട് നിലനിൽക്കണു എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പഴയ ചരിത്രം മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ പറയണത്? എൻ്റെ അച്ഛൻ ശന്തനു, ആ ശന്തനുവിന് ഞാൻ ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുത്രൻ പോരാ എന്ന് വിചാരിച്ച് ശന്തനുവിന് ഒരു പുത്രനും കൂടി വേണമെന്ന് തോന്നി. ഒരു പുത്രൻ കൂടി വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കണമല്ലോ. ആ കല്യാണത്തിനെ സംബന്ധിച്ച് ആലോചിച്ച് ചെന്ന് എന്തുണ്ടായി? അവിടെ പുറമെയൊക്കെ ചെന്നിട്ട് സത്യവതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു മുഖ്വ പെൺകുട്ടിയാ. ആ പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടിയോടാണ് ഒരു സ്നേഹവും ഒരു താല്പര്യവും ഒക്കെ ജനിച്ചത്. അതിനൊക്കെ മുമ്പുണ്ടായിരുന്ന ചരിത്രം എന്താ? ആ ശന്തനുവിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു ആ പെൺകുട്ടിയെ. അതെങ്ങനെയാ കൂട്ടിക്കൊണ്ടുവന്നേ? അച്ഛൻ എന്തോ ഒരു കോളിളക്കം മനസ്സിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്താ സംഗതി എന്ന് മനസ്സിലാവണില്ല. വേണ്ടതുപോലെ ഉറങ്ങണില്ല. മനസ്സിൽ വല്ലാത്ത ദുഃഖം മുഖത്തും കാണാം. അപ്പം മന്ത്രിമാരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി, ഇതാ അച്ഛന് കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യമുണ്ട്. കുട്ടി ഒരു മുക്കുവ പെൺകുട്ടിയാണ്. കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എൻ്റെ കുട്ടി കല്യാണം കഴിക്കുന്നത് വരെ എൻ്റെ മകളാ, എന്തു വേണമെങ്കിലും എനിക്ക് അഭിലഷിക്കാം. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങൾ രാജാക്കന്മാരാ. രാജധാനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പ്രവേശം പോലും ഉണ്ടാവില്ല. അവൾ രാജ്ഞിയായിട്ട് വാഴും, ഞാൻ ആരുമല്ലാതെ പുറത്തു നിൽക്കും. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമോ, ഉത്കണ്ഠ എന്തുണ്ടോ അത് മുഴുവനും പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയണു മഹാരാജാവേ, എൻ്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്ക് ജനിക്കുന്ന കുട്ടി സിംഹാസനത്തിലിരിക്കണം. അങ്ങക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് അവിടെ. അപ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വരും. കുട്ടി ഉണ്ടാവുമ്പോഴേക്കും കാര്യങ്ങൾ മാറും. രാജകുമാരന്മാരോട് പൊരുതാനോ മത്സരിക്കാനോ ഒന്നും എൻ്റെ മകൾക്കോ മകളുടെ കുട്ടിക്കോ സാധിച്ചു എന്ന് വരില്ല. അപ്പം അങ്ങ് കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്കുണ്ടാവുന്ന പുത്രൻ സിംഹാസനത്തിന് അധികാരിയാവണം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ശന്തനു സമ്മതിച്ചില്ല. ശന്തനു എളുപ്പം പറ്റുമോ? അവിടെ ഭീഷ്മനുണ്ടല്ലോ, ഗംഗാദത്തനുണ്ടല്ലോ. ആ ഗംഗാദത്തനെ സിംഹാസനത്തിൽ ഇരുത്താതെ ഒരു മുക്കുവ പെൺകുട്ടിയിൽ ജനിച്ച പുത്രനെ ഇരുത്താൻ എങ്ങനെയാ സാധിക്കുക? ആർക്കാണ് മൂപ്പ്? മൂപ്പ് ഈ കുട്ടിക്കാണല്ലോ, ഗംഗാദത്തന്. അപ്പം അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആശയ സംഘട്ടനം വലിയ വിഷമായി അങ്ങനെ നെടുവീർപ്പിട്ട് കഴിയായിരുന്നു. ഭീഷ്മൻ ഈ വർത്തമാനം ഗംഗാദത്തൻ അറിഞ്ഞതും ഉടനെ രഥത്തിൽ കയറിപ്പോയി. ആ കന്യകയുടെ പിതാവോട് സംസാരിച്ചു. എന്താണ് കാര്യങ്ങൾ? എൻ്റെ അച്ഛന് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നുണ്ടല്ലോ. അപ്പം ആ പിതാവാണ് തുറന്നു പറഞ്ഞത്, കല്യാണം കഴിച്ചു തരാൻ എനിക്ക് വിരോധമില്ല, പക്ഷേ എൻ്റെ കുട്ടിയിലുണ്ടാവുന്ന പുത്രൻ സിംഹാസനത്തിലിരിക്കണം. ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് തലകുലുങ്ങുന്നില്ല. നിങ്ങൾ സമ്മതിച്ചാൽ പോരാ,
നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി ഒരെണ്ണം ഉണ്ടായാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ബ്രഹ്മചാരിയാവണു, കല്യാണം കഴിക്കില്ല എന്ന്. അപ്പം ആകാശത്തിൽ നിന്ന് മുഴങ്ങിയത്രേ ഭീഷ്മ ഭീഷ്മ എന്ന്. ഇങ്ങനെ ഒരു പ്രതിജ്ഞ അച്ഛന് വേണ്ടി അച്ഛനൊന്നും ആവശ്യപ്പെടാതെ അറിയാതെ നടത്തുന്ന ഒരു പുത്രനെയും ലോകത്തിൽ കാണില്ല. ഇതം പ്രഥമമാണ് ഈ ചരിത്രം എന്ന് പറഞ്ഞ് ഭീഷ്മവ്രതമാണിത്, ആജീവനാന്ത ബ്രഹ്മചര്യം. ഇതെടുത്തവനാണ് ഞാൻ, ദുര്യോധന. മനസ്സിലാക്കണം. അന്ന് മുതൽക്ക് ഞാൻ വിവാഹം കഴിക്കാതെ ഇരിക്കുകയാണ്. എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു സത്യവതിയെ. അതിലുണ്ടായ കുട്ടികളാണ് ചിത്രാംഗതനും വിചിത്രവീര്യനും. അതിൽ ചിത്രാംഗതൻ മരിച്ചുപോയി, വിചിത്രവീര്യൻ രാജാവായി. ആ വിചിത്രവീര്യന് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് 3 കന്യകമാരെ കൊണ്ടുവന്നത്. അത് കഠിനമായ യുദ്ധം ചെയ്യേണ്ടി വന്നു. അംബ, അംബിക, അംബാലിക എന്ന് പറഞ്ഞ 3 പേരാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന കന്യകമാരിൽ അംബയ്ക്ക് ശാൽവനോട് ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ വർത്തമാനം പുറത്തു പറഞ്ഞപ്പോൾ ആ കുട്ടിയെ മടങ്ങിപ്പോക്കോളൂ ശാൽവൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞു ഭീഷ്മൻ. അവിടെ മടങ്ങിച്ചെന്നപ്പോൾ ഭീഷ്മൻ തട്ടിക്കൊണ്ടുപോയ നിന്നെ ഞാൻ സ്വീകരിക്കില്ല എന്നായി ആര്? ശാൽവൻ. അപ്പം അത് വലിയ വിഷമായി തീർന്നു അവൾക്ക്. ആ അമ്മയുടെ അച്ഛൻ്റെ സുഹൃത്താണത്രേ പരശുരാമൻ. അപ്പം പരശുരാമനോട് പറഞ്ഞ് പരശുരാമനും ഭീഷ്മനുമായി വലിയ ഒരു സംഘട്ടനം, അസ്ത്രശസ്ത്ര യുദ്ധം നടന്നു. ആ യുദ്ധം അവസാനം വേറെ ചിലർ ഇടപെട്ടത് അവസാനിപ്പിച്ചു. അങ്ങനെ പരശുരാമനോട് പോലും യുദ്ധം ചെയ്യേണ്ടി വന്ന ആളാണ് ഈ ഭീഷ്മൻ. അതാണ് വില്ലാളി വീരന്മാരിൽ വെച്ച് അങ്ങേയറ്റം വലിയ ഒരു പ്രതാപി എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. അപ്പം തൻ്റെ ഉദ്ദേശം നടന്നില്ല എന്ന് പറഞ്ഞ് അംബ എന്ത് ചെയ്തു? അവസാനം തപസ് ചെയ്ത് ആ പ്രതികാര രൂപത്തിലുള്ള തപസ്സിൽ ആത്മാഹുതി ചെയ്ത് ശിഖണ്ഡിയായി ജനിച്ചു, ഭീഷ്മനോട് പകപോക്കാൻ. അതാണ് അവിടുത്തെ ചരിത്രം. അതവിടെ ഇരിക്കട്ടെ. വിചിത്രവീരനും മരിച്ചു പുത്രനില്ലാതെ. അപ്പം എന്തായി? ഞാൻ എപ്പോഴും പറയും, അച്ഛൻ മകളുടെ നന്മയ്ക്ക് വേണ്ടി മകൾക്കുണ്ടാവുന്ന കുട്ടി സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വിചാരിച്ച് ന്യായവും മര്യാദയും ഒക്കെ വിട്ട് ചില പ്രതിജ്ഞയൊക്കെ ആവശ്യപ്പെട്ട് ഒരു രാജകുമാരനെ കൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന നിത്യബ്രഹ്മചര്യം സ്വീകരിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു പ്രതിജ്ഞ എടുപ്പിച്ച് സുരക്ഷിതമായി എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഈ സുരക്ഷിതത്വം ഒക്കെ പൊള്ളയാ. ചിത്രാംഗതൻ മരിച്ചു, വിചിത്രവീര്യൻ മരിച്ചു, കുട്ടികളൊന്നും ഒട്ടുമില്ല, സിംഹാസനത്തിൽ ഇരിക്കാൻ ആരുമില്ല, ഭീഷ്മൻ ഇരിക്കാനും കൂട്ടാക്കില്ല. അപ്പം എന്തായി? ഭീഷ്മൻ പറയാണ്, വിചിത്രവീര്യനും മരിച്ചു, സത്യവതി ഒരു ഭാഗത്ത്, ജനങ്ങൾ മറുഭാഗത്ത്. ഇവർ 2 പേരും എത്ര അപേക്ഷിച്ചിട്ടും ഞാൻ സിംഹാസനത്തിൽ ഇരിക്കാൻ ഉദ്ദേശിച്ചില്ല. ദുര്യോധനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ഞാനാണ് പറഞ്ഞത്, ഞാൻ നിത്യബ്രഹ്മചര്യത്തിന് പ്രതിബദ്ധനാണ്. അതുകൊണ്ടൊരൊറ്റ വഴിയേ ഉള്ളൂ. ഭവതിക്ക് ജനിച്ച വേദവ്യാസനുണ്ടല്ലോ, ആ വ്യാസമഹർഷിയെ വിളിച്ച് പുത്രോത്പാദനം ചെയ്യിപ്പിക്കാൻ ആവശ്യപ്പെടൂ ഈ വധുക്കളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസൻ വന്ന്, ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അമ്മയും കുട്ടിയും കൂടിയിട്ട് കുറേ സംസാരിച്ചു. വ്യാസൻ കൂട്ടാക്കിയില്ല. അവസാനം അമ്മ പറഞ്ഞു, എന്ത്? അമ്മയുടെ വാക്ക് കേട്ടേ തീരുള്ളൂ, എന്തു തന്നെ ആയാലും. ഇപ്പം കർണൻ്റെ കഥ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേ ഉള്ളൂ. അമ്മയുടെ വാക്ക് കേൾക്കാൻ കർണൻ ഒരുക്കല്ല. ഇവിടെയോ സത്യവതിയുടെ വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ വ്യാസൻ അതിനിങ്ങോട്ട് വഴങ്ങി. ഒരു ഭാഗത്ത് ഭീഷ്മപിതാമഹൻ. ആ ഭീഷ്മൻ എങ്ങനെയാ? നിത്യബ്രഹ്മചര്യത്തിന് വ്രതം അനുഷ്ഠിച്ചിരിക്കുക. ആ വ്രതത്തിൻ്റെ ഉദ്ദേശവും കാലഘട്ടവും ഒക്കെ കഴിഞ്ഞു, കാലഹരണപ്പെട്ടു കഴിഞ്ഞു. അവരിൽ പുത്രോത്പാദനം നടത്തിയപ്പോൾ എന്താ കുഴപ്പം? എന്ത് കാര്യത്തിന് വേണ്ടി പ്രതിജ്ഞ എടുപ്പിച്ചു, ആ പ്രതിജ്ഞ ആ രൂപത്തിൽ നടന്നില്ല, ഇനിയൊരു രൂപത്തിൽ നടക്കൂല്ലോ. അതിലെന്താ വിരോധം? അപ്പം ഭീഷ്മൻ കൂട്ടാക്കിയില്ല. വ്യാസൻ്റെ മനസ്സുരുകി. അവസാനം തൻ്റെ പരമഹംസപദം, സന്യാസനിഷ്ഠ, തപസ് അതൊക്കെ ഉണ്ടായിട്ടും 1 കൊല്ലം സമയം ആവശ്യപ്പെട്ടു. അതും കൊടുത്തില്ല. കാലതാമസം വരും, അരാജകത്വം വരും എന്ന് പറഞ്ഞ് പുത്രോത്പാദനം നടത്തി. അങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ വർത്തമാനമാണ് ഇവിടെ പറയുന്നത്. ആ പുത്രോത്പാദനം നടത്തി. അതിലെ പൗത്രന്മാരാണ് നിങ്ങളെല്ലാവരും. ധൃതരാഷ്ട്രന് കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ പാണ്ഡുവാണ് രാജാവായത്. ആ പാണ്ഡുവിന് ഒരു ശാപം തട്ടി, ഭാര്യമാരെ കാമരൂപത്തിൽ കാമസമീപനം ചെയ്താൽ മരിക്കുമെന്ന്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ പാണ്ഡുവും ഭാര്യമാരും കൂടി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് പുറത്തേക്ക് പോയി കാട്ടിൽ കഴിച്ചു കൂട്ടി. അവിടെ വച്ചാണ് കുന്തിക്ക് ഈ ദുർവാസാവ് കൊടുത്ത മന്ത്രത്തിൻ്റെ ആ ബലത്താലും അനുഗ്രഹത്താലും 2 പേർക്കും കൂടി, കുന്തിക്കും മാദ്രിക്കും കൂടി 5 കുട്ടികളുണ്ടായത്.
ഒരു ദിവസം പാണ്ഡുവിൻ്റെ ആത്മനിയന്ത്രണം വിട്ട് മാദ്രിയെ സമീപിച്ചതോടുകൂടി മരിച്ചു. അപ്പം മാദ്രി കുന്തിദേവിയെ വിളിച്ച് പറയാണ്, എൻ്റെ സഹോദരി, ഞാൻ ഈ കുട്ടികളെ മാതൃഭാവത്തോടുകൂടി നോക്കാൻ, എല്ലാവരെയും നോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. സഹോദരി അത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കുട്ടികളെയും കൂടി വേണ്ടതുപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവർ ഉടൻ ചുടല കയറി. അവർ പറഞ്ഞ വാക്കാണിത്: നചാപ്യഹം വർത്തയന്തി നിർവിശേഷം സുതേഷുതേ തസ്മാന്മേ സുതയോ കുന്തി വർത്തിതവ്യം സ്വപുത്രവത്. നചാപ്യഹം വർത്തയന്തി നിർവിശേഷം സുതേഷുതേ. ഇപ്പം ഞാനാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളും നിൻ്റെ കുട്ടികളും തമ്മിൽ വ്യത്യാസബുദ്ധി കുറച്ചൊന്ന് എൻ്റെ മനസ്സിന് വരും. അത് തരണം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് സഹോദരിക്ക് അങ്ങനെ വരില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ തസ്മാന്മേ സുതയോ കുന്തി വർത്തിതവ്യം സ്വപുത്രവത്, എൻ്റെ കുട്ടികളെ അവനവൻ്റെ കുട്ടികളെപ്പോലെ തന്നെ കരുതി നല്ല പോലെ നോക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് മാദ്രി പോയത്. പാണ്ഡു മരിച്ചു. ധൃതരാഷ്ട്രൻ ഇപ്പോഴും കുരുടൻ തന്നെ. അങ്ങനെ വന്നപ്പോഴാണ് യുധിഷ്ഠിരനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്തത്. ഇത്രയും പൂർവ്വചരിത്രം പറഞ്ഞു മനസ്സിലാക്കി ദുര്യോധനൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ധർമ്മശാസ്ത്രമാണ് ഈ മഹാഭാരതം. അതിലില്ലാത്തതൊന്നുമില്ല. ഇതിൽ ഈ പറയുന്ന മൂല്യങ്ങളിൽ ഓരോരോ ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്തേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. ഒന്നിലധികം കുട്ടികൾ, ഒരാള് കല്യാണം കഴിച്ചു, ഭാര്യ മരിച്ചു, 2 കുട്ടികളുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ചു, പിന്നെ 2 കുട്ടികളുണ്ടായി. മറിച്ചും തിരിച്ചുമൊക്കെ ഉണ്ടാവാമല്ലോ. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സെ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. മയി ജീവതി രാജ്യം കഹ സംപ്രശാസേത് പുമാനിഹ മാവമംസ്ഥ വചോമഹ്യം ശമമിച്ഛാമി വസ്സദാ. മയി ജീവതി രാജ്യം കഹ സംപ്രശാസേത് പുമാനിഹ. ദുര്യോധന, നല്ല പോണ കേൾക്ക്. മയി ജീവതി, ആ ഞാനാണ് ജീവിക്കുന്നത്. എന്തൊക്കെ ഇവിടെ സംഭവിച്ചു? എൻ്റെ അച്ഛൻ പോയി, മുക്കുവസ്ത്രീ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികൾ അവരും പോയി, മക്കളില്ല. ഇതൊക്കെ ആയിട്ട് ധൃതരാഷ്ട്രൻ അന്ധനാണ്. അതുകൊണ്ട് യുധിഷ്ഠിരനെ രാജാവാക്കി, യുവരാജാവായി അഭിഷേകം ചെയ്തു. ആ യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കണം, മയി ജീവതി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സംപ്രശാസേത് പുമാനിഹ, എൻ്റെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും വിധേയമായല്ലാതെ ഈ രാജ്യം ഭരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഇപ്പോഴും എൻ്റെയാണ് രാജ്യം.